പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസും അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും തമ്മിൽ നടത്തിയ ആ ഒരു സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോ ഒരു അമേരിക്കൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിന് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ഹോം ടൗൺ ആണ് അറ്റ്ലാന്റ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, റോമൻ റെയിൻസ് അമേരിക്കൻ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്ന സമയത്ത് അറ്റ്ലാന്റയുടെ ഒരു ടീമിലെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് ഇവർക്ക് ഈ ഒരു സിനിമ ഷൂട്ടിംഗ് പോലെയുള്ള ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകതകളുണ്ട്. കൂടാതെ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് അറ്റ്ലാന്റ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ മറ്റൊരു പ്രത്യേകതയും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിന് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു. സിനിമാറ്റിക് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത് റോമൻ റെയിൻസ് ആണ്. റോമൻ റെയിൻസ് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേയധികം കാറുകളുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഈ ഒരു കാറുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ, റോമൻ റെയിൻസ് റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്ത ആ മത്സരങ്ങൾക്ക് തുല്യമായിട്ടുള്ള കാറുകളുടെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ റോമൻ റെയിൻസ് കാറിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഫീൽഡിലേക്ക് വരുന്നു. പിന്നീട് അവിടേക്ക് ഒറ്റയ്ക്ക് കോഡി റോഡ്സും വരുന്നുണ്ട്. കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോഡി റോഡ്സിൻ്റെ കൂടെ നിൽക്കാനോ മറ്റു കാറുകളോ മറ്റ് വ്യക്തികളോ ഒന്നും ഇല്ലാത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ കോഡി റോഡ്സും റോമൻ റെയിൻസും ഫേസ് ടു ഫേസ് വരുന്നു. എന്നിട്ട് റോമൻ റെയിൻസ് പറയുന്നുണ്ട്, ഇത് തൻ്റെ സിറ്റിയാണ്, തൻ്റെ ഫീൽഡാണ്, താൻ ഇവിടെ ഈ ഒരു ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു എന്നുള്ളത്. അതിന് കോഡി റോഡ്സ് കൊടുക്കുന്ന ഒരു മറുപടി, ഇത് തൻ്റെ ഹോം ടൗൺ ആണ്, താൻ ജനിച്ച സ്ഥലമാണ്, തൻ്റെ കുടുംബക്കാരുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് റോമൻ റെയിൻസ് പറയുന്നുണ്ട്, അവർ എന്നിൽ നിന്ന് എല്ലാം എടുത്തു. അതായത് സോളസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് റോമൻ റെയിൻസിൻ്റെ കൂടെ നിന്നിരുന്ന ജിമ്മി യൂസോ, പോൾ ഹേമൻ, ഉലാഫാല, അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ ഒന്നടങ്കം അവർ കൊണ്ടുപോയി. ഇനി തനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കോഡി റോഡ്സിനെ നഷ്ടപ്പെടാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. എന്നിട്ടും നീ എന്തിനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കോഡി റോഡ്സ് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരൊറ്റ വാക്ക് മാത്രം നിന്നിൽ നിന്ന് കേട്ടാൽ മതി, അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത്. നീ എന്നെ സഹായിക്കാം, ഞാൻ തിരിച്ചു നിന്നെ സഹായിക്കാം എന്നുള്ളത് മാത്രം നീ പറഞ്ഞാൽ മതി, മറ്റൊന്നും ചോദിക്കരുത്. അപ്പോൾ റോമൻ റെയിൻസ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം. ഈ ബ്ലഡിനെതിരെയുള്ള ഈ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ കോഡി പറയുന്നുണ്ട്, ഇത് നിൻ്റെയല്ല, ഇത് ഇപ്പോൾ എൻ്റെയാണ്, ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തൻ്റെയാണെന്നും കോഡി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. റോമൻ റെയിൻസ് പോകുന്ന ആ ഒരു സമയത്ത് റോമൻ റെയിൻസിൻ്റെ വഴി മുടക്കിക്കൊണ്ടും കോഡി റോഡ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ റോമൻ പറയുന്നുണ്ട്, നീ എൻ്റെ വഴി മുടക്കിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, എൻ്റെ ജീവിതത്തിലും നീ എൻ്റെ വഴി മുടക്കിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോഡി റോഡ്സ് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. റോമൻ റെയിൻസ് ആ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ എൻ്റർടൈനിങ് ലെവലിലുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഒരു ഷൂട്ടിംഗ് തന്നെയാണ് നമുക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി WWE ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഈ ഒരു സെഗ്മെൻറ്റ് കൃത്യമായി അവർ എല്ലാ മെസ്സേജുകളും ഡെലിവർ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇങ്ങനെയാണ്, കോഡി റോഡ്സിന് റോമൻ റെയിൻസിൻ്റെ ആ ഒരു സപ്പോർട്ട്, അതായത് തൻ്റെ കൂടെ നിൽക്കാം, ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ, ഈഗോയും ഇല്ലാതെ നമുക്ക് ഈ മത്സരം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു വാക്ക് കിട്ടിയാൽ മതി. റോമൻ റെയിൻസിനാണെങ്കിൽ കോഡി റോഡ്സ് എന്തിന് തൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടി കിട്ടണം. അതെല്ലാം ഈ ഒരു സെഗ്മെൻറ്റിലൂടെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റ് കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.